Hello friends, എല്ലാവർക്കും മലയാളം ആർക്കിടെക്ചർ ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 3ds Maxൽ നമുക്ക് എങ്ങനെ ഒരു സ്ലോപ്ഡ് റൂഫ് പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നോർമലി നമ്മൾ പ്ലെയിൻ റൂഫൊക്കെ ആണെങ്കിൽ ഷെല്ല് ക്രിയേറ്റ് ചെയ്തോ അതല്ലെങ്കിൽ ബോക്സ് വരച്ചൊക്കെയോ ആണ് ചെയ്യുന്നത്. സോ സ്ലോപ്ഡ് റൂഫ് ആകുമ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഒരെണ്ണം വരച്ചിട്ട് അതിന് റൊട്ടേറ്റ് ചെയ്യണം, ആംഗിൾ സെറ്റ് ചെയ്യണം, ഓക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം പിരമിഡൊക്കെ വരച്ചിട്ടായിരിക്കും സ്ലോപ്പ് റൂഫ് കൊടുക്കുന്നത്. അപ്പം നമുക്കതൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് റൂഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സ്ക്രിപ്റ്റാണ് ATile എന്ന് പറയുന്നത്. അത് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ രണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ബോട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ലേറ്റസ്റ്റ് വെർഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ടൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പെർമനൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ 3ds Max ഓപ്പൺ ചെയ്തു. ഇവിടെ ഞാൻ നമ്മുടെ വോൾ യൂസ് ചെയ്തിട്ട് ചെറിയൊരു പ്ലാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ്. അതായത് നമുക്ക് ഒരു AC എക്സ്റ്റെൻറ്റ് വെച്ച് വരച്ചിട്ട്, അതായത് വോൾ വെച്ച് വരച്ചിട്ട് എങ്ങനെ നമുക്ക് റൂഫ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ നേരെ സ്ക്രിപ്റ്റിംഗ് ചെല്ലുക, അവിടുന്ന് റൺ സ്ക്രിപ്റ്റ് കൊടുക്കുക. ഓക്കെ, റൺ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ഞാൻ തന്നിട്ടുള്ള റൂഫ് ജനറേറ്റർ ആ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ദെൻ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു ബോക്സ് വരും. പിക്ക് ഔട്ട്ലൈൻ, പിന്നെ ആംഗിൾ, പിന്നെ ക്രിയേറ്റ്. ഓക്കെ, ഇങ്ങനൊരു 3 ഓപ്ഷൻ ഇതിനകത്തുള്ളൂ. വളരെ സിമ്പിളാണ്, വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. അപ്പം ഞാൻ എൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോവാണ്. ഓക്കെ, നമുക്ക് പിക്ക് ഔട്ട്ലൈൻ ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ പിക്ക് ചെയ്യാൻ ഓപ്ഷൻ വരുന്നില്ല, കാരണം ഇവിടെ ലൈൻ ഇല്ല. ഇതൊരു AC എക്സ്റ്റെൻഡ് ആണ്, ഒരു മെഷ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പ്ലാൻ ആണെങ്കിൽ നിങ്ങൾ നേരെ ഓക്കെ ലൈനിൽ ചെല്ലുക. ലൈനിൽ ചെന്നിട്ട് ജസ്റ്റ് ഇത് പോയിൻ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെർട്ടെക്സ് ഓൺ ആക്കുക. ദെൻ വരച്ചു കൊടുക്കുക. യെസ്, ഓക്കെ, നമ്മളിപ്പം വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് നമ്മുടെ ഒരു ലൈൻ വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾ പിക്ക് ഔട്ട് ലൈൻ കൊടുത്തിട്ട് ഷേപ്പ് ആ ലൈൻ പിക്ക് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് വരും, കണ്ടില്ലേ? ദെൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആ ലൈൻ സെലക്ട് ആയെന്നാണ് അർത്ഥം. ദെൻ ഇവിടെ ലൈൻ എഴുതി കാണിക്കുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് റൂഫിൻ്റെ ആംഗിൾ ഇവിടുന്ന് സെറ്റ് ചെയ്യാം. ഞാനൊരു 45 കൊടുക്കുകയാണ്. ഓക്കെ, 45 കൊടുത്തു. ദെൻ ക്രിയേറ്റ് കൊടുക്കാമെങ്കിൽ നമുക്കിവിടെ റൂഫ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ? ദെൻ നിങ്ങൾ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോയാൽ ദേ ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എങ്ങനെ, അതായത് നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഇതിന് കളറൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ദേ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഒരു റൂഫ് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പം ഞാനിപ്പം ഈ ഒരു പോയിന്റ് ഇവിടെ വെച്ചിട്ടാണ് വരച്ചുകൊണ്ടാണ് ഈ ഒരു പോയിന്റിൽ തന്നെ വന്നത്. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാം, അതല്ല എങ്കിൽ ഒരു ഓഫ്സെറ്റ് കൊടുത്താൽ മതി വെളിയിലോട്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു 60 സെൻറ്റിമീറ്റർ അങ്ങനെ പുറത്തേക്ക് മാറ്റിയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്താൽ മതി ഇതിന് പാരലായിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു റൂഫ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇവിടുന്ന് ലൈൻ മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ എടുത്ത് വരയ്ക്കുകയാണ്. ഓക്കെ, റെക്റ്റാങ്കിൾ എടുത്ത് വരച്ചിട്ടുണ്ട്. ദെൻ ഞാൻ ഇവിടുന്ന് പിക്ക് ഔട്ട്ലൈൻ ഷേപ്പ് കൊടുത്തു. ദെൻ ഇത് ചൂസ് ചെയ്തു, കണ്ടോ? അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ എഴുതി കാണിക്കുന്നുണ്ട് റെക്റ്റാങ്കിൾ 001 സെലക്ട് ആയിട്ടുണ്ടെന്ന്. ദെൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 40 ഞാൻ കൊടുത്തു ഇപ്രാവശ്യം. ദെൻ ക്രിയേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ഒരു 40 ആംഗിളിൽ നിങ്ങൾക്ക് റൂഫ് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ്. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ നമുക്ക് റൂഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ദെൻ നിങ്ങൾ ഒന്ന് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനിലൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്രിയേറ്റ് ആയി വന്നോളൂ. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നിട്ട് എഡിറ്റബിൾ മെഷാണ്, ഒരു മെഷ് ഫയലാണ്. ദെൻ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് റൂഫിനെ കുറിച്ച് പഠിക്കാം, റൂഫ് ജനറേറ്ററിനെ കുറിച്ച് പഠിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഒരു റൂഫ് ടൈല്, അതായത് 3D ആയിട്ടുള്ള ഒറിജിനലായിട്ടുള്ള ഒരു റൂഫ് ടൈല് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്.
റൂഫ് ടൈല് നമ്മൾ മെയിൻലി കൊടുക്കുന്നത് സ്ലോപ്ഡ് റൂഫിനാണ്. പിന്നെന്താ, ഈ ടൂൾ തന്നെ ഞാനിപ്പം ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ATile എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ആ ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെർമനൻറ്റും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ATile എന്ന് പറഞ്ഞ ഒരു പ്ലഗിൻ ഉണ്ട്. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ ടെലിഗ്രാം ചാനലുണ്ട്, ചാനലാണെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ടെലിഗ്രാം നമ്മുടെ ബോട്ട് ഉണ്ട്, അതിനകത്ത് ജസ്റ്റ് പോയിട്ട് ആ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ സിമ്പിളാണ്, വലുതായിട്ടൊന്നുമില്ല. ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ 3ds Max ഓപ്പൺ ചെയ്യുക, അല്ലാതെ ഓപ്പൺ ചെയ്യരുത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് വരത്തില്ല, ആ ഓപ്ഷൻ വരത്തില്ല. സോ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക, ദെൻ 3ds Max ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഏറ്റവും താഴെ AvizStudio ടൂൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പം അതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ATile എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഓക്കെ, അതാണ് നമ്മൾ ടൈലിങ് കൊടുക്കുന്നത്. ദെൻ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. എല്ലാം ഒന്നും നമ്മൾ കേടാവണ്ട, കാരണം കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം പല യൂസിന് വേണ്ടിയാണ്. സോ ഇതിനകത്ത് അഡ്വാൻസ്ഡ് ടൂള്, അത് വോളിയം, പാത്ത്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രോ യൂസേഴ്സാണ്, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. അത് എൻ്റെ കയ്യിൽ ഇല്ലെന്ന് തോന്നുന്നു. സോ ഫ്രീ വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആദ്യം ക്രിയേറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് പറയാം. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ വരും. 0.3 3 ഉണ്ട്, കട്ട് എൻഡ് ഉണ്ട്, അതുപോലെ കട്ട് സ്റ്റാർട്ട്, ദെൻ 0.4 0.5 ഇത്രയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്നാപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മാത്രം ടിക്ക് ചെയ്യുക. ദെൻ ഓപ്ഷൻസിൽ ചെല്ലുക, ഇതെല്ലാം ടിക്കായിരിക്കും എന്ന് ശ്രദ്ധിക്കുക. ദെൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കിവിടെ 2 ഡിസൈൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് 4 പോയിൻ്റ് ഉണ്ട് ഒരു സൈഡ്. 1 2 3 4. ഓക്കെ, ഇതാണെങ്കിൽ 3 പോയിൻ്റേ ഉള്ളൂ. 1 2 3. ഓക്കെ, അങ്ങനെ 3 പോയിൻ്റ് കൊടുക്കുന്നതും 4 പോയിൻ്റ് കൊടുക്കുന്നതും എങ്ങനെയാണെന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് 3 പോയിൻ്റ് കൊടുക്കാം. 3 പോയിന്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഈ 3 പോയിന്റും, അതായത് 0.3 എന്നുള്ളത് 3 എണ്ണവും, ടിൽറ്റ് ആംഗിൾ, കട്ട് എൻഡ്, കട്ട് സ്റ്റാർട്ട്, ഈ 3 എണ്ണവും ടിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ സ്നാപ്പ് ഓൺ ആയിട്ടുണ്ട്. ദെൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക നെക്സ്റ്റ് പോയിന്റിലേക്ക്. ഓക്കെ, എന്നിട്ട് വിടുക. ദെൻ 3rd പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ എന്നിട്ട് എസ്കേപ്പ് പ്രസ് ചെയ്താൽ മതി, ടൂളിന് വെളിയിലാവും. ഓക്കെ, ഞാൻ എൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മോഡിഫൈ പാനലിൽ വന്ന് മോഡിഫൈ പാനലിൽ വരുമ്പോഴും നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അഡ്വാൻസ് പാരാമീറ്റേഴ്സ് ഉണ്ട്, പ്രീസെറ്റ് ഉണ്ട്. പ്രീസെറ്റ് നമ്മൾ നോക്കണ്ട, നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ചെയ്യുന്നതിനാണ്. സോ അത് ഞാൻ ചെയ്യുന്നില്ല. പാരാമീറ്റേഴ്സ് എടുത്തു. പാരാമീറ്റേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം 2 ഓപ്ഷൻ ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഹൊറിസോണ്ടൽ എക്സ് വൈ ഉണ്ട്. നമ്മൾ കോമൺലി ഇങ്ങനെ ടൈൽ വരയ്ക്കുമ്പോൾ XY പ്ലെയിനിലാണ് വരയ്ക്കുന്നത്. ദെൻ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്യുന്നത് മറ്റൊരു കേസിലാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ദെൻ ഇവിടെ കുറേ സൈസ് ഉണ്ട്, എക്സിലും വൈയിലുള്ള സൈസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കണ്ട കൂട്ടി കൊടുക്കാൻ പറ്റും, കുറച്ച് കൊടുക്കാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വൈയിലോട്ടുള്ളതും ഉണ്ട്. ഓക്കെ, ദെൻ കൗണ്ടാണ്. എക്സിലോട്ടുള്ള കൗണ്ട്, വൈയിലോട്ടുള്ള കൗണ്ട്, നിങ്ങൾക്ക് കൗണ്ട് കൂട്ടി കൊടുക്കാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് കൗണ്ട് കൂട്ടി കൊടുക്കാൻ പറ്റും. ഞാൻ 0 കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ വൈയിലോട്ടുള്ള കൗണ്ട് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഫുള്ള് കസ്റ്റമൈസേഷൻ നമുക്ക് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. നമുക്ക് ടൈല് 0 തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഓഫ്സെറ്റാണ്. ABSലുള്ള ഓഫ്സെറ്റ്, അതായത് 91.9 ആണ് ഓഫ്സെറ്റ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ടൈലിൻ്റെ ഓഫ്സെറ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വൈയിലും നിങ്ങൾക്ക് ഓഫ്സെറ്റ് കൊടുക്കാൻ പറ്റും. ദെൻ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഓഫ്സെറ്റ് ഇസഡിലോട്ടുള്ള നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഇസഡിലോട്ടുള്ള ഒരു ഓഫ്സെറ്റ് കണ്ടില്ലേ? അതുപോലെ തന്നെ 6 അപ്പം ഇതൊക്കെ കസ്റ്റമൈസേഷനുള്ള ഓരോ ഓപ്ഷൻസാണ്. നിങ്ങളത് ട്രൈ നോക്കുക. കട്ട് സ്റ്റാർട്ട്, കട്ട് എൻഡ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് 43.377 നിന്ന് കട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ എൻഡും കൊടുക്കുന്നുണ്ട്. ടോപ്പൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി താഴേക്ക് വന്നാൽ ഇവിടെയാണ് മെയിൻ ഉള്ളത് ഒരെണ്ണം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പം റൂഫ് ടൈലാണ്. 3 ഫസ്റ്റ് നമുക്ക് റൂഫ് ടൈൽ വ്യൂ പോർട്ട് മാറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ ഫസ്റ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ മെയിൻ കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ വേറെ പല ടൈപ്പ് റൂഫ് ടൈൽസ് ഉണ്ട്. കണ്ട, ബ്രിക്ക് വാൾ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് നമുക്ക് റൂഫ് ടൈൽ ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി പെർമനൻ്റ് ഉണ്ട് താഴെ. പെർമനൻ്റ് കണ്ടില്ലേ?
ഇതൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇതെന്ന് പറയുന്നത് അതിൻ്റെ പല റോയിലായിട്ട് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് റോയിൽ നിങ്ങൾക്ക് വേറെ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ല എങ്കിൽ വേറെ ബ്രിക്ക് വാൾ കൊടുക്കാം. ഓക്കെ, അങ്ങനെ കുറേ ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കുക, അതല്ലെങ്കിൽ സെലക്ട് വ്യൂ പോർട്ട് മാത്രമായിട്ട് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ദെൻ താഴേക്ക് വരുമ്പോൾ ഓട്ടോ ഓഫ്സെറ്റ്, കസ്റ്റം ഓഫ്സെറ്റ്, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ദെൻ നമുക്ക് പാരാമീറ്റേഴ്സ് ഓഫ് ചെയ്യാം. പിന്നെ വരുന്നത് അഡ്വാൻസ് പാരാമീറ്റേഴ്സ് ആണ്. അതിനകത്ത് നമുക്ക് കൗണ്ടൊക്കെ കൂട്ടി കൊടുക്കാം. അതായത് ഒരു ഏരിയയിൽ എത്ര കൗണ്ട് വേണം എന്നൊക്കെ കൊടുക്കാം. കട്ട് ഓഫ്സെറ്റും ഓപ്റ്റ് ക്രിയേറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ദെൻ റൂഫ് ടൈൽ, ഇത് വേറൊരു ഓപ്ഷൻസ് ആണ്. ഇത് നമുക്ക് ഒപ്റ്റിമൈസേഷന് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച്. അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ സ്കെയിലിംഗ് ആണ്. അതായത് നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൗണ്ട് കൂട്ടിയും കുറച്ചും കൊടുക്കാൻ പറ്റും. കണ്ടോ, ഒരു ടൈലിൻ്റെ സൈസ് എന്ന് പറയുന്നത് മാറി മാറി വരുന്നുണ്ടോ. ഓക്കെ, ദെൻ ലോക്കൽ എക്സോ, അത് നമുക്ക് ടിക്ക് ചെയ്താലേ ഇതിൻ്റെ യൂസ് വരുന്നുള്ളൂ, അല്ലാതെ വലിയ ഇതൊന്നും നമുക്ക് വരുന്നില്ല. കണ്ടില്ലേ, ഇതെല്ലാം അത് കസ്റ്റമൈസേഷന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു വ്യൂ എങ്ങനെയാണോ വരുന്നത് ആ ഒരു ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അലൈൻ ഉണ്ട്, XYZ അലൈൻ ഉണ്ട്. പിന്നെന്താ പറയുക, അഡ്വാൻസ് ടൂൾ, അത് നമുക്ക് പഠിക്കാനില്ല. കാരണം അഡ്വാൻസ് ടൂൾ എന്ന് പറയുന്നത് എല്ലാം പ്രോയാണ്, നമുക്ക് അതിനകത്ത് അധികം വരുന്നില്ല. ഓക്കെ, പിന്നെ ടിൽറ്റ് ആംഗിൾ ഉണ്ട്, നമുക്ക് നോക്കാം അതെവിടെയാണെന്ന്. പാരാമീറ്റേഴ്സിലാണെന്ന് തോന്നുന്നു. ഓക്കെ, ടിൽറ്റ് ആംഗിൾ, അതായത് നിങ്ങൾക്കിപ്പോൾ റൂഫായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുകയല്ല എങ്കിൽ നിങ്ങൾക്ക് ടിൽറ്റ് ആംഗിൾ കൂട്ടിയും കുറച്ചും കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഈ 4 പോയിൻ്റ്, ഇവിടെ 1, 2, 3, 4 പോയിൻ്റ് ഉണ്ട്. അവിടെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ATile ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ആദ്യം 3 പോയിൻ്റ് ആയിരുന്നു ടിക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ നമുക്കിവിടെ 4 പോയിൻ്റ് ഉണ്ട്. ഇത് 1, 2, 3, 4. പക്ഷേ ഇവിടെ 3 പോയിൻ്റേ ഉള്ളൂ. 1, 2, 3. അപ്പുറത്ത് 3 ഉള്ളൂ, അതിൻ്റെ അപ്പുറത്ത് 4 ഉണ്ട്. സോ നമുക്ക് 4 പോയിൻ്റ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിൻ്റ് 5, ഓക്കെ, ഇത് കട്ട് സ്റ്റാർട്ട് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് നിങ്ങളിത് വരച്ച് നോക്കുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. ദെൻ ഇവിടെ ചെല്ലുക, തൊട്ടിപ്പുറത്ത് ചെല്ലുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാറ്റേൺ മാറിയിട്ടുണ്ട്. പാറ്റേൺ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. താഴേക്ക് വരിക. ഇവിടുന്ന് ഞാൻ റൂഫ് ടൈൽ ഫസ്റ്റ് കൊടുത്തു. ഓക്കെ, അത് വേണ്ട, വേറൊരു റൂഫ് ടൈൽ കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു റൂഫ് ടൈൽ എടുത്തു. ദെൻ അതിൻ്റെ സ്കെയിൽ, അഡ്വാൻസിനകത്ത് സ്കെയിൽ ഒന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, സ്കെയിലും കുറച്ച് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഞാനിപ്പം ഈ ഒരു അതായത് 4 പോയിന്റ് ഉള്ളിടത്ത് ഇങ്ങനെയാണ് നമ്മൾ റൂഫ് ടൈൽ കൊടുക്കുന്നത്. സെയിം ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കിപ്പം ഇവിടെ കൊടുക്കാം. ഓക്കെ, അവിടം വരെ വന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് കാണാൻ പറ്റുന്നില്ല, ഈ പോയിന്റ്സ് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഐസൊലേറ്റ് ചെയ്താൽ മാത്രം മതി. ദെൻ നിങ്ങൾക്ക് ടൈൽ എടുത്തിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഐസൊലേഷൻ മാറ്റിയാൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് വരച്ച് നോക്കാം. ദെൻ ഇതിൻ്റെ ബോർഡർ, അതായത് എഡ്ജസിൽ നമുക്ക് അത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് എല്ലാ ഫേസസിലും ടൈലിങ് വന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ ചെയ്താൽ മാത്രം മതി. ദെൻ നമുക്ക് കൊടുക്കേണ്ടത് ഈ ഒരു ലൈൻ. ഓക്കെ, ഈ ഒരു എഡ്ജസിൽ നമുക്ക് അതിൻ്റെ ബോർഡർ കൊടുക്കണം. സോ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതായത് നമ്മുടെ ഈ ബാർജ് ടൈൽ, അതല്ലെങ്കിൽ റിഡ്ജ് ടൈൽ എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ കമത്തോടെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാനുണ്ട്. അപ്പം അത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഈ ഒരെണ്ണം എടുത്തിട്ട് ഐസൊലേറ്റ് ചെയ്യുക.
ഐസൊലേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, ദെൻ നമ്മുടെ ATile ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇവിടെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ പറയാമെന്ന്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ പാരാമീറ്റേഴ്സിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിത് 3 പോയിൻ്റ് തന്നെ, ഓക്കെ 3 പോയിൻറ്റിന് കൊടുക്കുക. ദെൻ ഇവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, നമുക്ക് ആ എൻഡിൽ അത് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിനെല്ലാം ഇതിൻ്റെ ഓഫ്സെറ്റ് ചെയ്യണം, കാരണം ഇത് കുറച്ചുള്ളിലായി പോയിട്ടുണ്ട്. സോ അത് നമുക്ക് നിങ്ങളുടെ ഇവിടുന്ന്, ഓക്കെ ഓഫ്സെറ്റ് ഇവിടുന്ന് കൊടുക്കാം. വൈയിലുള്ള ഓഫ്സെറ്റ്, സെഡിലുള്ള ഓഫ്സെറ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സൈഡെല്ലാം റിഡ്ജെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുകളിൽ കൂടെ കൊടുക്കാം. ദെൻ ഐസൊലേറ്റ് ചെയ്യാം, ATile എടുക്കാം. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡ്സ്, അതായത് നമ്മുടെ ഈ റിഡ്ജസിൻ്റെ എൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഈ ഒരെണ്ണത്തിന് ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് മോഡിഫൈ ചെല്ലുക. മോഡിഫൈ ചെയ്തിട്ട് അഡ്വാൻസ് പാരാമീറ്റേഴ്സ്. ഓക്കെ, പാരാമീറ്റേഴ്സിന് ഏതും താഴെ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. റൂഫ് ടൈലൊക്കെ സെലക്ട് ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിന്ന് ഏറ്റവും ലാസ്റ്റത്തെ ഇതിനകത്ത് വന്നിട്ട് റൂഫ് ടൈൽ ഫസ്റ്റ്, ഓക്കെ റൂഫ് ടൈൽ 3 ഫസ്റ്റ് കൊടുക്കുക. അപ്പം നമുക്ക് ഈ എൻഡ് ക്ലോസ് ചെയ്ത് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്